it's me Rinos. Welcome back to my channel. വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ അനുബന്ധിച്ച് റോയൽ എൻഫീൽഡ് നടത്തുന്ന ഒരു ഇവന്റിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടരാക്കിലുള്ള നമ്മുടെ ടാക്സ് ബൈക്സിൻ്റെ ഷോറൂമിൽ നിന്നാണ്. ചെറുതുരുത്തിയിലുള്ള റിവർ റിട്രീറ്റ് ആയുർവേദിക് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. റൈഡ് പോകുമ്പോഴുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് എൻജോയ് ദ റൈഡ്. മഴ വന്നപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഫോട്ടോക്കെ ഇടാനായിട്ട് നിർത്തിയതാണ്. ഇതുവരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. രസമുണ്ട്. ബൈക്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് മഴ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാഡ് ഫീൽ എടുത്തോ? സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഓപ്ഷനിലായിരിക്കും. അതായത് നമുക്ക് ചില സമയത്ത് ഇഷ്ടമായിരിക്കും, ചില സമയത്ത് ഇഷ്ടമാവില്ല. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ പല ടൈപ്പിലുള്ള വണ്ടികളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിൻ്റെ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജെസലിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും പുതിയ വണ്ടി കാണുമ്പോൾ ഒന്ന് കൈയരിക്കും അല്ലേ? നമുക്ക് ഒന്ന് തൊട്ട് നോക്കാനും അതിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നാറുണ്ട് അല്ലേ? ഭാരതപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. ഞാനവിടെ ഒരു പാലം ഇടിഞ്ഞു പൊളിഞ്ഞതുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ മഴക്കാലമായിട്ടും ഇവിടെ വെള്ളമില്ല കേട്ടോ ഭാരതപ്പുഴയിൽ. ചെറിയ നനവുള്ള കുളിർക്കാറ്റ് കൊണ്ട് ഞങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അലിഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. ഈ റിസോർട്ട് എവിടെയാണെന്ന് അറിയാത്തവർ ഈ പൊളിഞ്ഞ പാലത്തിൻ്റെ ഏത് സൈഡാണെന്ന് നോക്കി വെച്ചോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ.
പാലം പൊളിഞ്ഞിട്ട് അവിടെ പുതിയ പാലം വന്നിട്ടുണ്ട് അപ്പുറത്ത്. ഇത് പൊളിഞ്ഞ പാലാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ കാണുന്നത് കേട്ടോ. ഞാൻ പുതിയ ഫോൺ എടുത്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, ഞാനിപ്പോൾ പുതിയ ഫോണായിട്ടാണ് വന്നത്. സാംസങ് S23 FE ആണ് എൻ്റെ ഫോണിപ്പോൾ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സൂമിങ് കപ്പാസിറ്റി ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഫോണാണ്, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു റൈഡറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ടീഷർട്ട്സ്, പിന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ്, പിന്നെ ജാക്കറ്റ്സ്, കീ ചെയിൻസ്, ക്യാപ്പ്, ഗ്ലൗസസ്, ഹെൽമറ്റ്, റൈഡേഴ്സിന് ആവശ്യമുള്ള സാഗമ ജംഗമം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ആയതുകൊണ്ട് 50% ഓഫർ എന്നുണ്ടെങ്കിലും കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് എനിക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടും എൻ്റെ കയ്യിൽ പൈസ ഇപ്പം ഇല്ലാത്തതുകൊണ്ടും ഞാൻ വാങ്ങിച്ചില്ല ഗൈസ്. ലക്ഷ്മി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്പ്. ആ ക്യാപ്പിന് 1000 രൂപയായിരുന്നു. ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് റൈഡർ. ഇതുപോലെ വേണം നമ്മൾ റോയൽ എൻഫീൽഡൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ് ഗൈസ്. സ്ലോ റേസ് ആണ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മുൻഗണനയായിരുന്നു. സ്ലോ റേസിൻ്റെ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഏറ്റവും സ്ലോയിലെത്തുന്ന ആൾക്കാണ് സമ്മാനം കിട്ടുക. അതുകൊണ്ടാണല്ലോ സ്ലോ റേസ് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ സ്ലോ റേസിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. തോറ്റേൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരിക്കലും സ്ലോയിൽ പോകണമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓടിക്കുക, അത്രേ ഉള്ളൂ. കാല് കുത്താൻ പാടില്ല. കാല് കുത്താതെ ഓടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ലോ റേസ് ഇവിടെ നടത്തിയത് എന്തിനാണെന്നറിയോ? കാരണമുണ്ട്. ഒരു റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? എന്ന് വെച്ചിട്ട് സ്പീഡിൽ പോണ ആളല്ല റൈഡർ. പിന്നെയും കുറേ ഗുണവിശേഷങ്ങൾ വേണം ഒരു റൈഡർക്ക്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതിലിപ്പോൾ ആരാ ജയിക്കാൻ നമുക്ക് നോക്കാം. ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്.
മോട്ടിവേറ്റ് ചെയ്ത് ഷിൻഡോനെ തോപ്പിച്ച്. ആവേശം മാത്രം റൈഡറിന് പോരാ, ക്ഷമയും വേണം. ഫൈനൽ റൗണ്ടാണ്. നോക്കാം നമുക്ക് ആരാണ്. ബ്ലൂ താനും ബ്ലൂ ആണോ പറഞ്ഞത്? ബ്ലൂ ആരാണ് പേരെന്താണെന്നറിയോ? ശക്തമായ സ്ലോ റേസിംഗ് മത്സരം നമ്മൾ കണ്ടു. ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഗംഭീരമായി തോറ്റി. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകും. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റീസ് മിസ്സായി പോയിട്ടുണ്ട്. മിസ്സായതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒറ്റയ്ക്ക് പൾസർ ഓടിച്ചുകൊണ്ട് ലഡാക്കിൽ പോയൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. പാലക്കാട്ടുകാരി ലക്ഷ്മിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.